Assalamualaikum, welcome back to another video of She Talk Diaries. അപ്പോൾ ഇപ്പോൾ സംഭവം ഇൻട്രോ എല്ലാ വീഡിയോയും കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ അന്നത്തെ ഡിഗ്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ കുറേ കാലം എന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടായാലേ കാണുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് കാണാൻ പോണത്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഇൻട്രോ അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെയാണ് ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു വീഡിയോസൊക്കെയാണ് ഉള്ളത്. ഇപ്പം ഞാനുള്ളത് കണ്ടോ, ബീച്ച് സൈഡിലാണ്, ചാവക്കാട് ബീച്ചിലാണ് ഉള്ളത്. സംഭവം ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇൻട്രോ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് എടുക്കുന്ന വീഡിയോസൊക്കെ വരും. അപ്പോൾ കല്യാണം ഫ്രണ്ട്സിനെ കാണുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെന്താ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബായ് അല്ല, വീഡിയോസ് കാണും. അപ്പം ഞാൻ പോയി തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞ ടൈമിന്. ഇനിയിപ്പോൾ എല്ലാവരും അവിടെ എത്തുമോ എന്താണെന്നൊന്നും അറിയില്ല. ഒരുമിച്ച് ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ അറിയാം ആരൊക്കെ വന്നിട്ടുണ്ട്, വരാനുണ്ടെന്നൊക്കെ. ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, വിചാരിച്ച പോലെ തന്നെ ആയി. ഞാൻ അവിടെ കട്ട പോസ്റ്റാണ്, ഒരു തീം എത്തിയിട്ടില്ല. അല്ലെങ്കിലും എല്ലാ കല്യാണത്തിനും ഇത് സ്ഥിരമാണ്, ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ആവണം. ഇപ്പോൾ ഈ കല്യാണത്തിന് ഇപ്പം ഞാനാണ് പോസ്റ്റായിട്ടുള്ളത്. അവസാനം എന്തേ ഒക്കേറ്റങ്ങൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ. കാര്യം നമ്മൾ ഫുൾ എൻജോയ് ചെയ്തടിച്ച് പൊളിച്ച് കൂടെ കുറേ ടൈം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോവുക. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കുറേ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, എന്തോ വലിയ ഫ്രീഡമൊക്കെ കിട്ടിയ പോലെയാണ് തോന്നിയത്. ഭയങ്കര ഹാപ്പിയായിരുന്നു. പരിസരമൊന്നും ശ്രദ്ധിക്കാതെയാണ് സംസാരിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് പോകല്ലേ, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയേക്കാണ്. മാസ്ക് ഊരാൻ പറ്റാത്ത കാരണം വീണ്ടും ഇടുകയാണ്. പറ്റാത്ത കാരണമല്ല, പബ്ലിക് പ്ലേസ് അല്ലേ. ഇതൊന്ന് പിടിച്ചേ, മാസ്ക് ഇടാൻ ഒരു കൈ വേണം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ്. അധികമൊന്നും സെലക്ട് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടി എത്തിയപ്പോൾ തന്നെ സമയം നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് കല്യാണത്തിന് എത്തുമ്പോഴത്തേനും പെണ്ണും ചെക്കനും പോവും. അപ്പോൾ സദ്യ കഴിക്കാനെങ്കിലും എത്തണ്ടേ. ഞങ്ങൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പോയി. ക്രിസ്മസ് സ്പെഷ്യൽ ആരൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളില്. അത് ആ സമയമായി കൊടുന്നൊക്കെ നേരം ഉണ്ടാവില്ല. മുന്നേ കുട്ടി അവിടെ കിടന്നോട്ടെ, എനിക്കിപ്പോ എന്തോ ഹായ്. ആരുമല്ല, വെറുതെ ഹായ് പറഞ്ഞതാ. അപ്പോൾ അതേ അവസാനം നമ്മൾ അവളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. അതേ വേറെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിൽ പഠിച്ച ഓരോരുത്തർ ഇതേ ട്രോഫീനെയും കൊണ്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അതാരത്? സാധുവോ? അതാരാ? ഹായ് എന്ന് പറഞ്ഞേ. ഹായ്, ഹലോ എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് വിഴരുതിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏത് കുട്ടികളെ കണ്ടാലും ഇപ്പം അതാണ്. ഇപ്പോഴാണ് പെണ്ണും ചെക്കനൊക്കെ വരുന്നത്. നമ്മൾ വീട്ടിലെത്തിയപ്പോഴൊന്നും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഗുരുവായൂരായിരുന്നു കെട്ട്, താലികെട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണ ഒക്കെ ആയ കാരണം അധികം ആൾക്കാരൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ മണ്ഡപത്തിലും ഇല്ല, കല്യാണം വീട്ടിലായിരുന്നു. അപ്പോൾ പിന്നെ അധികം ടെൻഷനും കാര്യങ്ങളും തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ പതിയെയാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇതിപ്പോൾ എവിടെ പോയാലും സ്ഥിരമാണല്ലോ. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ പറയും വേണ്ട. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം കാണുന്ന കാരണം അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ആക്രാന്തൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ മെയിൻ പാർട്ടാണല്ലോ. ഹിന്ദുക്കളെ കല്യാണമായ കാരണം പിന്നെ സദ്യ നമ്മളെ മെയിനാണ് സദ്യ. അപ്പം അത് കഴിക്കൽ കഴിഞ്ഞ് പിന്നുള്ളൊരു മെയിൻ സംഭവമാണ് പാലട പായസം. അപ്പോൾ അതും 2 ഗ്ലാസ് കുടിച്ച്. അപ്പം അതും കഴിഞ്ഞപ്പോൾ കല്യാണം ഉഷാറായിട്ട്. അപ്പം നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ പോയി. ഇനി നമ്മൾ പോവാണ്. എടുക്ക പോണ്? ബീച്ച്, ചാവക്കാട് ബീച്ച്. അവളുടെ വീടിൻ്റെ, സ്വാതിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു റോഡ് അപ്പുറം. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് രണ്ടടേ ഫോട്ടോ അല്ല വീഡിയോ. എല്ലാരും ചമ്മി. എനിക്കറിയില്ലായിരുന്നു. നമ്മളിപ്പോ ബീച്ചിന്റെ അവിടെ എത്തി. ഇതാ കൊറേ അവരെ കണ്ട് നടന്നു പോകുന്നുണ്ട്. നമുക്ക് എന്താ പരിപാടി ഇന്ന്? കാറ്റാടിയുടെ അടുത്ത് പോവാ. കാറ്റാടി ഉണ്ട് അവിടെ, അപ്പൊ അതിന്റെ അടുത്ത് പോവാ. ഇതാണ് നമ്മളെ ഷിയാബ്. കാണിക്കൂല. അയ്യോ കൈ കടയണം. ഹലോ, നാട്ടാരെ കുറ്റം പറഞ്ഞിട്ട് പോവാ. നാടിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നിറയെ കപ്പിൾസ് അല്ലേ? ഇത് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടാണ്. അല്ലല്ല ക്യാമറ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാരും കാണുന്നുണ്ട്.
പെർഫെക്റ്റ് ആണ്. പറ്റില്ല, യോ വേണം. ഒരുമിച്ച് ഒരുമിച്ച് യോ പറയാട്ടോ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്താ പറയാ? സമയമില്ല. ആരെങ്കിലും റെഡി ആയിട്ട് സ്റ്റാർട്ട് പറയും. 1 2 3 സ്റ്റാർട്ട്. ഞാൻ മറ്റേ കല്യാണത്തിനൊക്കെ പോയി എല്ലാരും യോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ ഞാനും പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.